നമുക്ക് റാഗി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് റാഗിപ്പൊടി എടുത്ത് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ലോൻ്റെയും മീഡിയത്തിൻ്റെ ആ നടുക്ക് വെച്ചിട്ട് വേണം നമുക്ക് ചൂടാക്കാൻ, കരിഞ്ഞു പോകരുത്. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയാലും മതി. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അതിന് ഒരു ബൗളിലാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പം പുട്ടിൻ്റെയൊക്കെ പരുവത്തിന്, റാഗി കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കൂലേ, പുട്ടിൻ്റെയൊക്കെ പരുവത്തിൽ നമുക്കിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഒന്നായിട്ട് ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട്. കുറേശ്ശെ ഒഴിച്ച് ഇപ്പോൾ പൊടിയൊക്കെ നന്നായി നനഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരുവ് അറിയുന്നതിനെ നമ്മളിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കുക. പിടിച്ച് നോക്കി ഇതാ കുടഞ്ഞാൽ കണ്ടില്ലേ, ഒരു പിടിയായി വരും ചെയ്യും. പിന്നെ നമുക്കതിങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഉടച്ചെടുക്കുക. പിന്നീട് നമുക്ക് അത് ആവി കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ആവി കയറ്റുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മേതെ ഒരു ഇല വെച്ചിട്ട്, ഇത് ഞാൻ വെറുതെ വെച്ചതാണ്, ഇല അങ്ങനെ വെക്കണം എന്നില്ല. അതിൻ്റെ മേതെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുത്ത ആ പൊടിയിൽ ഇട്ടിട്ട് ഞാൻ ആവി കയറ്റാൻ പോവാം. ഇങ്ങനെ കയറ്റണമെന്നില്ല, നമുക്ക് പുട്ടും കുറ്റിയിൽ വേണമെങ്കിൽ ഇട്ടിട്ടും നമുക്ക് ആവി കയറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ആവി കയറ്റിയെടുക്കുന്നത്. ഒരു 8-10 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. പിന്നീട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി അതിൻ്റെ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് സവാള ചെറുതായി മുറിച്ചത് നമുക്ക് അരിഞ്ഞിടാം. ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ റാഗിപ്പൊടിയിൽ ഉപ്പ് ഇട്ടിക്കണമല്ലോ, അപ്പം ഒരിത്തിരി സവാളൻ്റെ ആ ഒരു ഉപ്പ് ലേശിട്ട് കൊടുക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ റാഗി ആവിയിൽ വെന്തിക്കുന്ന ഇനി നമുക്കത് ഇതിലോട്ട് മാറ്റി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നന്നായി നമുക്കത് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് ഒന്ന് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. അല്ല പാകമാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്കെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഡ്രൈ ആണെങ്കിൽ ഇപ്പം വെള്ളം കുടയാവുന്നതാണ്. നമുക്ക് വെള്ളം കുടഞ്ഞിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഇതാ തുറന്നപ്പോൾ നമ്മളെ റാഗി കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിക്കിന്. നല്ല സ്വാദുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്നായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്.